മഹാനായ ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിലൂടെയും ചാണക്യനീതിയിലൂടെയും ലോകത്തിനു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിലൊന്നാണ് ഒരാൾ തന്റെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട വ്യക്തികളും സ്ഥലങ്ങളും. 1. ആത്മാഭിമാനത്തിന് വിലയില്ലാത്ത ഇടങ്ങൾ. മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ ആത്മാഭിമാനമാണ്. നിങ്ങളെ ബഹുമാനിക്കാത്ത, നിങ്ങളുടെ സാന്നിധ്യത്തിന് വില നൽകാത്ത ഒരിടത്തേക്ക് ക്ഷണിച്ചാൽ പോലും പോകരുത്. അത്തരം സ്ഥലങ്ങളിൽ പോകുന്നത് നിങ്ങളുടെ മനസ്സിനെ ദുർബലപ്പെടുത്തുകയും ചിന്തിക്കാനുള്ള ശേഷിയെ നശിപ്പിക്കുകയും ചെയ്യും. ഒരു രാജാവായാലും സാധാരണക്കാരനായാലും ആദരവില്ലാത്തയിടത്ത് അവൻ വെറും നിസ്സാരനായിത്തീരുന്നു. 2. സ്വഭാവശുദ്ധി പണയം വയ്ക്കുന്ന ഇടങ്ങൾ. സ്വഭാവമാണ് ഒരു മനുഷ്യന്റെ അടിത്തറ. കാമത്തിനും ശാരീരിക സുഖങ്ങൾക്കും മാത്രം പ്രാധാന്യം നൽകുന്ന ഇടങ്ങൾ ആത്മവീര്യത്തെ നശിപ്പിക്കും. ഇത്തരമിടങ്ങൾ പുറമേനിന്ന് ആകർഷകമായി തോന്നാമെങ്കിലും അവ മനുഷ്യനെ അലസതയിലേക്കും പാപത്തിലേക്കും നയിക്കുന്നു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ ഒരിക്കലും വിജയിയാകില്ല. 3. ലഹരിയുടെയും അന്ധകാരത്തിന്റെയും കേന്ദ്രങ്ങൾ. മദ്യം വിവേകത്തെ നശിപ്പിക്കുന്നു. ലഹരിയുടെ അന്തരീക്ഷം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ വിവേകമുള്ളവർ പോകരുത്. ലഹരിയിൽ മുങ്ങിയ ഒരാൾക്ക് തന്റെ രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ കഴിയില്ല. ഇത് രാഷ്ട്രീയമായും വ്യക്തിപരമായും വലിയ തകർച്ചയ്ക്ക് കാരണമാകും. ബുദ്ധിശക്തിയാണ് മനുഷ്യന്റെ കരുത്ത്. അത് നശിപ്പിക്കുന്ന ഒന്നിനോടും സന്ധി ചെയ്യരുത്. 4. ശത്രുവിന്റെ വാസസ്ഥലം. ശത്രു എത്ര മധുരമായി സംസാരിച്ചാലും അവന്റെ വീട്ടിലേക്ക് പോകുന്നത് അപകടകരമാണ്. അത് തേൻ പുരട്ടിയ വിഷം പോലെയാണ്. ശത്രുവിന്റെ ആതിഥ്യം ഒരു കെണിയാകാൻ സാധ്യതയുണ്ട്. ഓരോ ചുവടിലും വഞ്ചന പതിയിരിക്കുന്ന അത്തരം സ്ഥലങ്ങൾ ഒഴിവാക്കുന്നതാണ് ബുദ്ധി. 5. അധർമ്മം പ്രവർത്തിക്കുന്നവരുടെ കൂടെ സത്യത്തിനും നീതിക്കും വില നൽകാത്ത ദുസ്വഭാവമുള്ളവർ വസിക്കുന്ന ഇടങ്ങൾ ഒഴിവാക്കണം. അത്തരം വ്യക്തികളുമായുള്ള സമ്പർക്കം നമ്മുടെ ചിന്താഗതിയെയും മലിനമാക്കും. ചതുപ്പുനിലത്തിൽ കാലുവെക്കുന്നതുപോലെയാണ് ഇത്. എത്ര ശ്രമിച്ചാലും നാം അതിലേക്ക് താഴ്ന്നുപോകും. 6. അത്യാഗ്രഹികളുടെ സങ്കേതങ്ങൾ. സ്വാർത്ഥതയും അത്യാഗ്രഹവും മാത്രം ലക്ഷ്യമിട്ടുള്ളവരുടെ കൂടെ ചേരുന്നത് സർവനാശത്തിനു വഴിവെക്കും. മറ്റുള്ളവരെ വഞ്ചിച്ചും ചൂഷണം ചെയ്തും ധനം സമ്പാദിക്കുന്നവരുടെ ഇടങ്ങളിൽ ചെന്നെത്തുന്നത് നമ്മുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കും. ലോഭമാണ് എല്ലാ പാപങ്ങളുടെയും മൂലകാരണമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. 7. അഹങ്കാരം നിറഞ്ഞ ഇടങ്ങൾ. വിനയമില്ലാത്ത, എപ്പോഴും സ്വന്തം പ്രശംസ മാത്രം പാടി നടക്കുന്ന അഹങ്കാരികളുടെ അടുത്തേക്ക് പോകരുത്. അവിടെ സ്നേഹത്തിനോ സത്യത്തിനോ സ്ഥാനമുണ്ടാകില്ല. അഹങ്കാരിയുടെ കൂടെയുള്ള സമ്പർക്കം നമ്മുടെ വിവേകത്തെ നശിപ്പിക്കുകയും നമ്മെയും അഹങ്കാരിയാക്കി മാറ്റുകയും ചെയ്യും. 8. തർക്കങ്ങളും കലഹങ്ങളും നടക്കുന്ന ഇടങ്ങൾ. മഹാനായ ചാണക്യൻ പറയുന്നു, അനാവശ്യമായ തർക്കങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ നിൽക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. കാരണം രണ്ടുപേർ തമ്മിൽ കലഹിക്കുമ്പോൾ അവിടെ കാഴ്ചക്കാരനായി നിൽക്കുന്നവൻ പോലും ചിലപ്പോൾ ശിക്ഷിക്കപ്പെട്ടേക്കാം. രാജാവിന്റെ പടയാളികൾ വരുമ്പോൾ കുറ്റവാളിയോടൊപ്പം നിരപരാധിയും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ വഴക്കുകളിൽ നിന്ന് മാറി നിൽക്കുന്നത് മനഃശാന്തിക്കും സുരക്ഷയ്ക്കും നല്ലതാണ്. 9. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ. ഭരണകൂടമോ നിരോധിച്ച കാര്യങ്ങൾ ചെയ്യുന്ന ഇടങ്ങളിൽ ക്ഷണിച്ചാൽ പോലും പോകരുത്. അത്തരം സ്ഥലങ്ങളിൽ വെച്ച് പിടിക്കപ്പെട്ടാൽ നിങ്ങളുടെ ആത്മാഭിമാനവും പ്രശസ്തിയും എന്നേക്കുമായി നഷ്ടപ്പെടും. ഒരു നിമിഷത്തെ അശ്രദ്ധ നിങ്ങളുടെ കുടുംബത്തിന്റെ മുഴുവൻ അന്തസ്സിനെ ബാധിക്കും. നിയമത്തെ ബഹുമാനിക്കുന്നവൻ മാത്രമേ സുരക്ഷിതനായിരിക്കുകയുള്ളൂ. 10. വിദ്യയോ ഗുരുവോ ഇല്ലാത്ത ഇടം. അറിവിനെ ആദരിക്കാത്ത ഗുരുവോ പണ്ഡിതന്മാരോ ഇല്ലാത്ത സ്ഥലങ്ങൾ അന്ധകാരത്തിനു തുല്യമാണ്. എവിടെയാണോ വിദ്യയ്ക്ക് പ്രാധാന്യം ലഭിക്കാത്തത് അവിടെ അധർമ്മം വളരും. അറിവില്ലാത്തവരുടെ കൂടെയുള്ള വാസം നിങ്ങളെയും അറിവില്ലായ്മയിലേക്ക് നയിക്കും. 11. ഭയമില്ലാത്തവർ വസിക്കുന്ന ഇടം. എവിടെയാണോ ആളുകൾക്ക് നിയമത്തോടോ ദൈവത്തോടോ സമൂഹത്തോടോ ഭയമില്ലാത്തത് അവിടം അപകടകരമാണ്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്ന ഭയമില്ലാത്തവർ എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കില്ല. അങ്ങനെയുള്ളവരുടെ ഇടയിൽ വസിക്കുന്നത് എപ്പോഴും മരണഭയത്തിന് തുല്യമാണ്. ധർമ്മബോധവും അച്ചടക്കവുമുള്ള അന്തരീക്ഷം മാത്രം തിരഞ്ഞെടുക്കുക. 12. ഉപജീവനത്തിന് മാർഗമില്ലാത്ത രാജ്യം. ജോലി ചെയ്യാനോ കച്ചവടം ചെയ്യാനോ സൗകര്യമില്ലാത്ത സ്ഥലത്ത് ഒരാൾ താമസിക്കരുത്. ഒരു മനുഷ്യന്റെ പ്രാഥമിക കടമ തന്റെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നതാണ്. സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരിടത്ത് നിൽക്കുന്നത് നിങ്ങളുടെ കഴിവുകളെ നശിപ്പിക്കും. വളർച്ചയ്ക്ക് സാഹചര്യമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുക. 13. ലജ്ജയില്ലാത്തവരുടെ കൂട്ടായ്മ. തെറ്റ് ചെയ്യുമ്പോൾ നാണമോ മനസ്താപമോ തോന്നാത്തവരുടെ കൂടെ സമയം ചെലവഴിക്കരുത്. തെറ്റിനെ തെറ്റായി കാണാത്തവർ നിങ്ങളെയും ആ പാപവഴിയിലേക്ക് നയിക്കും. ലജ്ജയില്ലാത്തവൻ സമൂഹത്തിനു മുൻപിൽ
നിങ്ങളെയും അപമാനിതനാക്കും. 14 ദയയില്ലാത്ത ഭരണാധികാരിയുള്ള രാജ്യം എവിടെയാണോ ഭരണാധികാരിക്ക് പ്രജകളോട് കരുണയില്ലാത്തത് അവിടം ഉപേക്ഷിക്കണം. നീതിയോ ദയയോ ഇല്ലാത്ത ഒരു അധികാരിയുടെ കീഴിൽ ജീവിക്കുന്നത് നിരന്തരം ഭയത്തിന് കാരണമാകും. അങ്ങനെയുള്ള ഭരണത്തിന് കീഴിൽ സത്യസന്ധർക്ക് സ്ഥാനമുണ്ടാകില്ല. നിങ്ങളുടെ തൊഴിലിടത്തിലോ ജീവിതത്തിലോ നിങ്ങളെ നയിക്കുന്നവർ ക്രൂരരാണെങ്കിൽ അവിടെ തുടരുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യം നശിപ്പിക്കും. 15 ബന്ധുക്കളില്ലാത്ത ഇടം. നിങ്ങളൊരു അപകടത്തിൽപ്പെടുമ്പോൾ ഓടിയെത്താൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാത്ത സ്ഥലത്ത് താമസിക്കരുത്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ഏകാന്തത ഒരാളെ മാനസികമായി തളർത്തും. സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരാൻ ആരുമില്ലാത്ത ഇടം ശ്മശാനത്തിനു തുല്യമാണ്. നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയുന്ന അന്തരീക്ഷം തിരഞ്ഞെടുക്കുക. ഈ ലോകം ഒരു ചതുരംഗപ്പലകയാണ്. ഇവിടെ ഓരോ ചുവടും ശ്രദ്ധിച്ചു വെച്ചില്ലെങ്കിൽ നീ വെറുമൊരു കരു മാത്രമായി അവശേഷിക്കും. ഞാൻ നിനക്ക് തന്ന ഈ അറിവ് നിന്റെ കവചമാണ്. ഇത് ധരിക്കുന്നവനെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയില്ല. ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ പഠിക്കേണ്ട കുറച്ച് പാഠങ്ങൾ കൂടിയുണ്ട്. 1 സിംഹത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം. ഒരു സിംഹം തന്റെ ഇരയെ പിടിക്കാൻ പൂർണ്ണശക്തിയും ഉപയോഗിക്കുന്നു. അതുപോലെ നിങ്ങളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ചെറുതായാലും വലുതായാലും നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും കരുത്തും അതിനായി മാറ്റിവെക്കണം. പകുതി മനസ്സോടെ ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെടും. 2 കൊക്കിൽ നിന്ന് പഠിക്കേണ്ട പാഠം. കൊക്ക് മീനിനെ പിടിക്കാനായി ഒറ്റക്കാലിൽ അനങ്ങാതെ നിൽക്കുന്നു. അതുപോലെ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കണം. അവസരം വരുമ്പോൾ ആ കൊക്കിനെപ്പോലെ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് കുതിക്കണം. 3 കഴുതയിൽ നിന്ന് പഠിക്കേണ്ട പാഠം. അമിതമായ ഭാരം ചുമക്കുമ്പോഴും കഴുത വിശ്രമിക്കുന്നില്ല. അത് കാലാവസ്ഥയെ പരിഗണിക്കുന്നില്ല. അതുപോലെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തളരാതെ അധ്വാനിക്കണം. കഠിനാധ്വാനത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. ജീവിതത്തിൽ വിജയിക്കാൻ ചാണക്യൻ നൽകുന്ന 8 സൂത്രവാക്യങ്ങൾ. 1 രഹസ്യങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നതുവരെ അത് ആരോടും വെളിപ്പെടുത്തരുത്. ശത്രുക്കൾ അത് തകർക്കാൻ ശ്രമിച്ചേക്കാം. 2 സൗഹൃദങ്ങളിൽ ജാഗ്രത. പണമോ പദവിയോ കണ്ടുവരുന്ന സുഹൃത്തുക്കൾ ആപത്തുകാലത്ത് കൂടെയുണ്ടാകില്ല. യഥാർത്ഥ സുഹൃത്ത് പരീക്ഷണഘട്ടത്തിലാണ് തിരിച്ചറിയപ്പെടുക. 3 കടം വരുത്തരുത്. സാമ്പത്തിക അച്ചടക്കം പാലിക്കാത്തവൻ ശത്രുവിനേക്കാൾ വലിയ അപകടത്തിലാണ്. കടം നിങ്ങളുടെ സ്വതന്ത്ര ചിന്തയെ തടയും. 4 ഭൂതകാലത്തിൽ ഖേദിക്കരുത്. കഴിഞ്ഞുപോയ തെറ്റുകളെ ഓർത്ത് വിഷമിക്കാതെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വർത്തമാനകാലത്തിൽ ജീവിക്കുക. 5 വിദ്യാഭ്യാസം ഏറ്റവും വലിയ ആഭരണം. സൗന്ദര്യത്തെക്കാളും യൗവനത്തെക്കാളും വിലപ്പെട്ടത് അറിവാണ്. അറിവുള്ളവനെ ലോകം എവിടെയും ആദരിക്കും. 6 മൗനം. ചാണക്യൻ പറയുന്നു, മൗനം പലപ്പോഴും ഏറ്റവും വലിയ മറുപടിയാണ്. അനാവശ്യമായി സംസാരിക്കുന്നവൻ തന്റെ രഹസ്യങ്ങളും ബലഹീനതകളും ശത്രുവിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അറിവുള്ളവൻ എപ്പോൾ സംസാരിക്കണം എന്നും എപ്പോൾ മിണ്ടാതിരിക്കണമെന്നും അറിഞ്ഞിരിക്കും. 7 പാമ്പിനെപ്പോലെ കരുതിയിരിക്കുക. വിഷമില്ലാത്ത പാമ്പാണെങ്കിൽ പോലും അത് ഫണം വിടർത്തി നിൽക്കണം. അതായത് നിങ്ങൾ പാവമാണെങ്കിൽ പോലും ലോകത്തിനു മുൻപിൽ നിങ്ങൾ ശക്തനാണെന്ന് കാണിക്കണം. അല്ലെങ്കിൽ ഈ ലോകം നിങ്ങളെ ചവിട്ടിമെതിക്കും. 8 പണത്തിന്റെ വിനിയോഗം. ആപത്തുകാലത്തേക്ക് സമ്പാദിച്ചു വയ്ക്കുക എന്നത് ചാണക്യന്റെ പ്രധാന ഉപദേശമാണ്. എന്നാൽ പണം കെട്ടിപ്പൂട്ടി വയ്ക്കാനുള്ളതല്ല, മറിച്ച് ഒഴുകുന്ന വെള്ളം പോലെ വിനിയോഗിക്കാനുള്ളതാണ്. ശരിയായ കാര്യങ്ങൾക്കു വേണ്ടി പണം ചിലവഴിക്കുന്നത് അത് വർദ്ധിക്കാൻ കാരണമാകും. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ആയുസ്സും ആരോഗ്യവും പ്രശസ്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ചാണക്യന്റെ ഈ ഉപദേശങ്ങൾ കേവലം പുരാതനമായ വാക്കുകളല്ല, മറിച്ച് ഇന്നും പ്രായോഗികമായ ജീവിതപാഠങ്ങളാണ്. ചാണക്യൻ നൽകിയ ഈ ഉപദേശങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് ജീവിതമെന്ന യുദ്ധഭൂമിയിൽ നമുക്കുപയോഗിക്കാവുന്ന ആയുധങ്ങളാണ്. നാം എവിടെ പോകുന്നു, ആരുടെ കൂടെ സമയം ചെലവഴിക്കുന്നു എന്നത് നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നു. ഓരോരുത്തരുടെയും സമയം വ്യത്യസ്തമാണ്. മറ്റൊരാളുടെ വിജയത്തെ നോക്കി സ്വന്തം പരാജയത്തെ അളക്കരുത്. ചാണക്യൻ പറയുന്നു, കാക്കയെപ്പോലെ ഇരിക്കാൻ ശ്രമിക്കുന്ന പ്രാവിന് ഒരിക്കലും ആകാശത്ത് ഉയരാൻ കഴിയില്ല. സ്വയം പുകഴ്ത്തരുത്. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയട്ടെ. സ്വയം പുകഴ്ത്തുന്നത് നിങ്ങളുടെ വളർച്ചയെ തടയുന്ന അഹങ്കാരത്തിന്റെ തുടക്കമാണ്. സത്യസന്ധതയുടെ അതിർവരമ്പ്. കാട്ടിൽ നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത്. അമിതമായ സത്യസന്ധത പലപ്പോഴും ജീവിതത്തിൽ തിരിച്ചടികൾ നൽകും. ശത്രുക്കൾ നിനക്ക് പുറത്തല്ല, പലപ്പോഴും നിന്റെ ഉള്ളിൽ തന്നെയാണ്. ഭയം, അലസത, വിവേകമില്ലായ്മ എന്നിവയാണ് നിന്റെ യഥാർത്ഥ ശത്രുക്കൾ. ഇവയെ ജയിക്കുന്നവൻ ലോകത്തെ ജയിക്കുന്നു.
ഈ അറിവ് നിന്റെ രക്തത്തിൽ അലിഞ്ഞുചേരട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും യൂണിവേഴ്സിനുള്ള നന്ദിയും കമന്റായി രേഖപ്പെടുത്തുക. നന്ദി. എല്ലാവർക്കും നന്മ വരട്ടെ.